യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ಯೇಸುಕ್ರಿಸ್ತನ ಶ್ರೇಷ್ಠವಾದ ನಾಮದಲ್ಲಿ ಎಲ್ಲರಿಗೂ ನಮ್ಮ ಪ್ರೀತಿಯ ವಂದನೆ ತಿಳಿಸುತ್ತೇವೆ. ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്നവരായ നാം ഓരോരുത്തരും ക്രിസ്തുയേശുവിൽ വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ಕ್ರಿಸ್ತಯೇಸುವಿൽ ನಂಬಿಕೆ ಇಡತಕ್ಕಂಥ ನಾವೆಲ್ಲರೂ ಕ್ರಿಸ್ತನಲ್ಲಿ ಬೆಳವಣಿಗೆ ಹೊಂದಬೇಕೆಂಬುದಾಗಿ ಇಷ್ಟಪಡುತ್ತೇವೆ. നമ്മൾ ആത്മീയമായി വളരുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ನಾವು ಆತ್ಮಿಕವಾಗಿ ಬೆಳೆಯಬೇಕು ಎನ್ನುವುದು ದೇವರ ಒಂದು ಪದ್ಧತಿಯಾಗಿದೆ. ഒരു ശിശു ജനിച്ച് വളരുന്നത് പോലെ ക്രിസ്തുവിൽ ജനിക്കപ്പെട്ടവരായ നാമും ക്രിസ്തുയേശുവിൽ വളരേണ്ടിയിരിക്കുന്നു. ಒಂದು ಮಗು ಹುಟ್ಟಿ ಬೆಳೆಯುವ ರೀತಿಯಲ್ಲಿ ಕ್ರಿಸ್ತನಲ್ಲಿ ಹುಟ್ಟಿ ಬೆಳೆದಿರತಕ್ಕಂಥ ದೇವರ ಮಕ್ಕಳು ಪ್ರತಿದಿನ ಬೆಳೆಯಬೇಕು. തിരുവെടുത്ത് വായിക്കുമ്പോൾ ഒത്തിരിയേറെ വചനങ്ങൾ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി നൽകുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ದೇವರ ವಾಕ್ಯ ಓದುವಾಗ ಅನೇಕ ವಾಕ್ಯಗಳು ನಮ್ಮ ಆತ್ಮಿಕ ಬೆಳವಣಿಗೆಗೆ ಉಪಯುಕ್ತವಾದ ರೀತಿಯಲ್ಲಿ ನಾವು ಓದುತ್ತೇವೆ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, തേജസ്സുമേ തേജസ് പ്രാപിച്ചുകൊണ്ട് യേശു ക്രിസ്തു എന്ന അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ಅಪೊಸ್ತಲನ ಪೌಲನು ಹೇಳ್ತಾನೆ, ಕ್ರಿಸ್ತನಲ್ಲಿ ನೀವು ಪ್ರಭಾವವನ್ನು ಹೊಂದಿಕೊಂಡು ಅಧಿಕ ಪ್ರಭಾವದಲ್ಲಿ ಬೆಳೆಯಬೇಕೆಂಬುದು ಇಷ್ಟಪಡುತ್ತಾನೆ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇപ്രകാരം ഒരു വാക്യം പറയുന്നു. ಪ್ರಕಟಣೆ ಪುಸ್ತಕ 3ನೇ ಅಧ್ಯಾಯ 20ರಲ್ಲಿ ಈ ರೀತಿಯ ಒಂದು ಮಾತು ಹೇಳ್ತದೆ. ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ಈಗ ನಾನು ಬಾಗಿಲು ನಿಂತುಕೊಂಡು ತಟ್ಟುತ್ತೇನೆ, ಯಾವನಾದರೂ ನನ್ನ ಶಬ್ದವನ್ನು ಕೇಳಿ ಬಾಗಿಲು ತೆರೆದರೆ ನಾನು ಅವನೊಂದಿಗೂ ಅವನು ನನ್ನೊಂದಿಗೂ ಊಟ ಮಾಡುತ್ತಾನೆ. എന്താണ് ഇവിടെ പറഞ്ഞ അത്താഴം? എന്തിനാണ് ലവോദിക്ക സഭയുടെ വാതിൽക്കൽ കർത്താവ് അത്താഴം ഒരുക്കി കാത്തിരിക്കുന്നത്? ಇಲ್ಲಿ ಏನಾಗಿದೆ ಈ ಊಟ ಎನ್ನತಕ್ಕಂಥದ್ದು? ಯಾಕೆ ಲವೋದಿಕ್ಯ ಸಭೆಯ ಬಾಗಿಲಿನಲ್ಲಿ ದೇವರು ആഹാരವನ್ನು ಸಿದ್ಧ ಮಾಡಿಕೊಂಡು ಕಾಯ್ತಾ ಇದ್ದಾನೆ? ഇതേക്കുറിച്ച് ഈ അത്താഴം എന്താണെന്ന് നാം ആത്മീയമായി വ്യാഖ്യാനിക്കണമെന്നുണ്ടെങ്കിൽ മുൻ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ വിവേചിക്കേണ്ടിയിരിക്കുന്നു. ಈ ಆಹಾರದ ಕುರಿತಾಗಿ ಅಥವಾ ಭೋಜನದ ಕುರಿತಾಗಿ ಹೇಳಬೇಕಾದ್ರೆ ಮೊದಲು ಹೇಳಿರ್ತಕ್ಕಂಥ ಕೆಲವು ಕಾರ್ಯಗಳನ್ನು ನಾವು ವಿವೇಚಿಸಬೇಕಾಗಿದೆ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ಪ್ರಕಟಣೆ ಪುಸ್ತಕ 3ನೇ ಅಧ್ಯಾಯ 17ನೇ ವಾಕ್ಯದಲ್ಲಿ ಹೇಳ್ತದೆ, ലവോദിക്ക സഭയുടെ നഗ്നതയും കുരുടുകണ്ണിനെ കുറിച്ചും അവിടെ പറയുന്നു. ಲವೋದಿಕ್ಯ ಸಭೆಯಲ್ಲಿ ಕುರುಡನಾಗಿರ್ತಕ್ಕಂಥ ಅವಸ್ಥೆಯು ಮತ್ತು ಬಟ್ಟೆ ಇಲ್ಲದೆ ಇರತಕ್ಕಂಥ ಅವಸ್ಥೆಯನ್ನು ಹೇಳ್ತಾ ಇದೆ. ലവോദിക്ക സഭയിലെ എല്ലാവരും വസ്ത്രമില്ലാത്ത അവസ്ഥയിലായിരുന്നു? അല്ല. ലവോദിക്യ സഭയിലിರ್ತಕ್ಕಂಥ ಎಲ್ಲರೂ ವಸ್ತ್ರವಿಲ್ಲದೆ ಇದ್ದರ? ಅಲ್ಲ. പിന്നെന്താണ് ഈ ഇവിടെ പറയുന്ന നഗ്നത എന്ന് പറയുന്നത്? ಮತ್ತೆ ಏನು ಇಲ್ಲಿ ಹೇಳತಕ್ಕಂಥ ವಸ್ತ್ರವಿಲ್ಲದೆ ಇರತಕ್ಕಂಥ ನಗ್ನತೆ ಎಂಬುದಾಗಿ ಹೇಳತಕ್ಕಂಥದ್ದು? ദൈവവചനം വ്യാഖ്യാനിക്കേണ്ടത് വചനത്തെ കൊണ്ട് തന്നെയാണ്. ದೇವರ ವಚನವನ್ನ ವ್ಯಾಖ್ಯಾನ ಮಾಡತಕ್ಕಂಥ ದೇವರ ವಾಕ್ಯದಿಂದಲೇ. വചനത്തെ, ദൈവത്തിന്റെ വചനത്തെ വചനം കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കുക, അത് വളരെ പ്രാധാന്യമുള്ള ഒരു വ്യാഖ്യാന ശൈലിയാണ്. ದೇವರ ವಾಕ್ಯವನ್ನ ದೇವರ ವಾಕ್ಯದಿಂದಲೇ ಅದನ್ನು ವ್ಯಾಖ್ಯಾನ ಮಾಡಬೇಕು. ಅದು ಅದರ ಒಂದು ರೂಢಿ, ಅದು ಶೈಲಿಯಾಗಿದೆ. അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ ഈ നഗ്നത എന്ന് പറയുന്നത് ദൈവജനങ്ങളുടെ നീതിപ്രവൃത്തികളെ കാണിക്കുകയാണ്. ಈ ನಗ್ನತೆ ಅಥವಾ ಬಟ್ಟೆ ಇಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳತಕ್ಕಂಥದ್ದು ನಾವು ಹಾಗೆ ವ್ಯಾಖ್ಯಾನ ಮಾಡುವಾಗ ದೇವರ ಮಕ್ಕಳ ನೀತಿಯ ಕಾರ್ಯಗಳು. ലവോദിക്ക സഭയിലെ ദൈവജനങ്ങൾ നീതിപ്രവൃത്തികളില്ലാതെ വന്നുപോയി. ದೇವರ ಸಭೆಯಾಗಿರ್ತಕ್ಕಂಥ ಲವೋದಿಕ್ಯ ಸಭೆ ದೇವರ ಸಭೆಯ ಮುಂದೆ, ದೇವರ ಮುಂದೆ ನೀತಿ ಇಲ್ಲದೆ ಇರತಕ್ಕಂಥವರಾಗಿ ಬದಲಾದರು. കർത്താവ് ആഗ്രഹിച്ച നീതിപ്രവൃത്തികൾ ദൈവസഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയി. ಕರ್ತನು ಇಷ್ಟಪಡತಕ್ಕಂಥ ನೀತಿ ಕ್ರಿಯೆಗಳು ದೇವರ ಸಭೆಗೆ ನಷ್ಟವಾಗಿ ಹೋಯಿತು. അത് ലവോദിക്ക സഭയുള്ള ദൂത് മാത്രമല്ല, ಅದು ಲವೋದಿಕ್ಯ ಸಭೆಗೆ ಮಾತ್ರ ಆಲೋಚನೆ ಅಲ್ಲ, ഇത് നമ്മോടുള്ള ദൈവിക ദൂതും കൂടാണ്. ಇದು ನಮ್ಮೊಂದಿಗಿರ್ತಕ್ಕಂಥ ದೇವರ ಆಲೋಚನೆಯಾಗಿದೆ. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക, ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ നീതിപ്രവൃത്തികൾ എങ്ങനെയുണ്ട്? ನನ್ನ ಕೇಳತಕ್ಕಂಥ ನೀವು ಒಬ್ಬೊಬ್ಬರು ಗಮನಿಸಬೇಕು, ಕ್ರಿಸ್ತ ಯೇಸುವಿನೊಂದಿಗಿರ್ತಕ್ಕಂಥ ನಿಮ್ಮ ನೀತಿ ಕ್ರಿಯೆಗಳು ಹೇಗಿದೆ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, സൽപ്രവൃത്തികൾക്കായി നാം സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. ಅಪೊಸ್ತಲನ ಪೌಲನು ಹೇಳ್ತಾನೆ, ನಾವು ಒಳ್ಳೆಯ ಕೆಲಸಗಳಿಗಾಗಿ ನಾವು ಸೃಷ್ಟಿ ಮಾಡಲ್ಪಟ್ಟವರಾಗಿದ್ದೇವೆ. ലവോദിക്ക സഭയ്ക്ക് നീതിപ്രവൃത്തികൾ ഇല്ലാതെ വന്നുപോയി. ಲವೋದಿಕ್ಯ ಸಭೆಗೆ ನೀತಿಯ ಕಾರ್ಯಗಳು ಇಲ್ಲದೆ ಹೋಯ್ತವರಲ್ಲಿ. അവിടെ പറയുന്ന അന്ധത എന്തിനെ കാണിക്കുന്നു? ಅಲ್ಲಿ ಹೇಳ್ತಕ್ಕಂಥ ಕುರುಡುತನವನ್ನು ಯಾವುದಕ್ಕೆ ಹೋಲಿಸ್ತಾ ಇದೆ? വചനത്തെ വചനം കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കുമ്പോൾ, ವಾಕ್ಯವನ್ನು ವಾಕ್ಯದಿಂದಲೇ ನಾವು ವ್ಯಾಖ್ಯಾನ ಮಾಡುವಾಗ നമുക്ക് അതേക്കുറിച്ച് മനസ്സിലാകും, ನಮಗೆ ಅದರ ಕುರಿತು ತಿಳಿದುಕೊಳ್ಳಲಿಕ್ಕೆ ಸಾಧ್ಯ. ലവോദിക്ക സഭയിലെ ദൈവജനങ്ങൾക്ക് ക്രിസ്തുയേശുവിലുള്ള വെളിപ്പാട് നഷ്ടപ്പെട്ടു പോയി. ಲವೋದಿಕ್ಯ ಸಭೆಗೆ ಕ್ರಿಸ್ತ ಯೇಸುವಿನಲ್ಲಿರ್ತಕ್ಕಂಥ ಪ್ರಕಟಣೆ ನಷ್ಟപ്പെട്ടു ಹೋಯಿತು. വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സഭകൾക്കും ദൈവിക വെളിപ്പാടുകൾ നഷ്ടപ്പെട്ടു പോവുക. ಆ ವ್ಯಕ್ತಿಗಳಿಗೂ ಸಭೆಗೂ ಕುಟುಂಬಗಳಿಗೂ ದೇವರೊಂದಿಗಿರ್ತಕ್ಕಂಥ ಪ್ರಕಟಣೆ ನಷ್ಟപ്പെട്ടു ಹೋಯಿತು. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വിവേചിപ്പാൻ കഴിവില്ലാതെ ഉള്ള അവസ്ഥ. ಏನು ಸಂಭವಿಸಲಿಕ್ಕೆ ಹೋಗುತ್ತಾ ಇದೆ ಎನ್ನತಕ್ಕಂಥದನ್ನ ವಿವೇಚನೆ ಮಾಡಲಿಕ್ಕೆ ಆಗದೆ ಇರತಕ್ಕಂಥ ಸಂದರ್ಭ. യേശു ക്രിസ്തു സഭയിൽ നിന്നും പുറത്തു പോയിട്ടും അത് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. ಯೇಸು ಸ್ವಾಮಿ ಸಭೆಯಿಂದ ಹೊರಗೆ ಹೋದರೂ ಕೂಡ ಅದು ತಿಳಿದುಕೊಳ್ಳಲಿಕ್ಕೆ ಆಗದೆ ಇರತಕ್ಕಂಥ ಅವಸ್ಥೆ. ഇത് ലവോദിക്ക സഭയ്ക്ക് മാത്രമല്ല, ഈ കാലഘട്ടത്തിലും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ಇದು ಲವೋದಿಕ್ಯ ಸಭೆಗೆ ಮಾತ್ರವಲ್ಲ, ಈ ಕಾಲಗಳಲ್ಲಿಯೂ ಕೂಡ ನಡೆಯುತ್ತಾ ಇದೆ. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം, കുടുംബജീവിതം, സഭാജീവിതം
യേശു ക്രിസ്തുവിൽ എങ്ങനെയാണ് നിങ്ങൾ ആത്മാവിൽ പരിശോധിക്കുന്നവരെ മാറുക? ನಿಮ್ಮ ಕುಟುಂಬ ಜೀವಿತ, ವೈಯಕ್ತಿಕ ಜೀವಿತ, ಸಭಾಪರವಾಗಿರ್ತಕ್ಕಂಥ ಜೀವಿತ, ನೀವು ಆತ್ಮಿಕವಾಗಿ ಹೇಗಿದ್ದೀರೆಂಬುದಾಗಿ ನೀವು ನಮ್ಮನ್ನೇ ಪರಿಶೋಧನೆ ಮಾಡುವಂಥದ್ದು. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ നിങ്ങളെ തന്നെ പരിശോധിപ്പിക്കുന്ന അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ടല്ലോ. ನಂಬಿಕೆಯಲ್ಲಿ ಇದ್ದೀರೋ ಇಲ್ಲವೋ ಎಂಬುದಾಗಿ ನಿಮ್ಮನ್ನೇ ನೀವು ಪರಿಶೋಧಿಸಿರಿ ಎಂಬುದಾಗಿ ಅಪೊಸ್ತಲ ಪೌಲನು ಹೇಳ್ತಾನೆ. ഇവിടെ പറഞ്ഞ അത്താഴത്തിന്റെ കാര്യവും ഇപ്രകാരം തന്നെ വ്യാഖ്യാനിക്കേണ്ടതാണ്. ಇಲ್ಲಿ ಹೇಳ್ತಕ್ಕಂಥ ರಾತ್ರಿಯ ಊಟದ ಬಗ್ಗೆ ಈ ರೀತಿಯಾಗಿ ವ್ಯಾಖ್ಯಾನ ಮಾಡಬೇಕು. നഗ്നതയും കുരുടുകണ്ണുമെല്ലാം നമ്മൾ ആത്മീയമായി വ്യാഖ്യാനിച്ച പോലെ ഈ അത്താഴത്തിന്റെ കാര്യവും ആത്മീയമായി തന്നെ വ്യാഖ്യാനിക്കുമ്പോൾ ನಗ್ನತೆಯು ಅಥವಾ ಕುರುಡಾಗಿರ್ತಕ್ಕಂಥ ಅವಸ್ಥೆಯು ಆತ್ಮಿಕವಾಗಿ ನಾವು ವ್ಯಾಖ್ಯಾನ ಮಾಡುವ ರೀತಿಯಲ್ಲಿ ಈ ಆಹಾರದ ಬಗ್ಗೆ, ಊಟದ ಬಗ್ಗೆಯೂ ನಾವು ಆತ್ಮಿಕವಾಗಿ ವಿವರಣೆ ಮಾಡಬೇಕು. ഒരു പുതിയ വെളിപ്പാടിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുകയാണ്. ಒಂದು ಪ್ರಕಟಣೆಗೆ ಪರಿಶುದ್ಧಾತ್ಮ ನಡೆಸ್ತಾ ഈ അത്താഴം ഒരു ആത്മീയ സമൃദ്ധിയെ കാണിക്കുന്നു. ಈ ಊಟ ಒಂದು ಆತ್ಮಿಕ ಬೆಳವಣಿಗೆಯನ್ನು ತೋರಿಸ್ತಾ ಇದೆ. യഹൂദന്മാരുടെ ഇടയിൽ ജനിച്ച് ജീവിച്ച നമ്മുടെ കർത്താവ് യഹൂദന്മാരുടെ ആഹാരക്രമത്തിൽ കൂടെയും ഒരു ശക്തമായ സന്ദേശം നൽകുകയാണ്. ಯಹೂದರ ಮಧ್ಯದಲ್ಲಿ ಜೀವಿಸಿ ಬೆಳೆದಿರತಕ್ಕಂಥ ನಮ್ಮ ಕರ್ತನು ಯಹೂದ್ಯರ ಆಹಾರದ ಸಂಬಂಧವಾಗಿ ನಮಗೆ ಕೆಲವು ಆಲೋಚನೆಗಳು ಹೇಳ್ತಾ ಇದ್ದಾನೆ. യഹൂദന്മാരുടെ ആഹാരക്രമത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒന്നാണ് വൈകുന്നേരത്തെ അത്താഴം എന്ന് പറയുന്നത്. ಯಹೂದರ ಆಹಾರ ಕ್ರಮಗಳಲ್ಲಿ ಬಹಳ ಶ್ರೇಷ್ಠವಾಗಿರ್ತಕ್ಕಂಥ ಒಂದಾಗಿದೆ ಸಾಯಂಕಾಲದ ಭೋಜನ ಎನ್ನುತ್ತಕ್ಕಂಥ. അങ്ങനെയെങ്കിൽ നമുക്ക് വിശ്വസിക്കാം ഏറ്റവും ശ്രേഷ്ഠകരമായ ആത്മീയ അനുഭവങ്ങൾ ഈ അന്ത്യകാലഘട്ടത്തിന്റെ അന്ത്യനിമിഷങ്ങളിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. ಹಾಗಾದ್ರೆ ನಾವು ನಿಜವಾಗಿ ನಂಬೋಣ, ಈ ಅಂತ್ಯ ದಿನಗಳಲ್ಲಿ ಶ್ರೇಷ್ಠಕರವಾಗಿರ್ತಕ್ಕಂಥ ಪದವಿಯನ್ನು ದೇವರು ನಮಗೋಸ್ಕರ ಸಿದ್ಧ ಮಾಡುತ್ತಾ ಇದ್ದಾನೆ. അപ്പോസ്തലനായ പൗലോസ് നമ്മുടെ ആത്മീയ വളർച്ചയെക്കുറിച്ച് പറയുന്നത്, ಅಪೊಸ್ತಲನಾದ ಪೌಲ್ ನಮ್ಮ ಆತ್ಮಿಕ ಬೆಳವಣಿಗೆ ಕುರಿತಾಗಿ ಹೇಳುವಂಥದ್ದು, ക്രിസ്തുയേശുവിൽ തികഞ്ഞവരായി തീരണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. ಕ್ರಿಸ್ತನಲ್ಲಿ ನಾವು ಪೂರ್ಣರಾಗಬೇಕೆಂಬುದಾಗಿ ಪೌಲ್ ಇಚ್ಛೆಪಡುತ್ತಾನೆ. ദൈവത്തിന്റെ എല്ലാ നിറവും നിറഞ്ഞു വരണമെന്നും അപ്പോസ്തലൻ പൗലോസ് ആഗ്രഹിക്കുന്നുണ്ട്. ದೇವರ ಎಲ್ಲಾ ತಿಳುವಳಿಕೆಯಲ್ಲೂ ನಾವು ತುಂಬಿದವರಾಗಬೇಕೆಂಬುದಾಗಿ ಪೌಲ್ ಹೇಳುತ್ತಾನೆ. യേശു ക്രിസ്തു എന്ന തലയോളം വളരണമെന്നും പൗലോസ് അപ്പോസ്തലൻ എഴുതിയിട്ടുണ്ട്. ಯೇಸು ಕ್ರಿಸ್ತನ ತಲೆಯವರೆಗೂ ನಾವು ಬೆಳೆಯಬೇಕೆಂಬುದಾಗಿ ಅಪೊಸ್ತಲ ಪೌಲ್ ಹೇಳ್ತಾನೆ. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയ വളർച്ചകൾ നടക്കേണ്ടത് സ്വർഗത്തിലെത്തിയല്ല. ನಮ್ಮನ್ನು ಕೇಳತಕ್ಕಂಥ ಆತ್ಮಿಕ ಪ್ರಿಯರೇ, ಇದು ಬೆಳವಣಿಗೆ ನಾವು ಪರಲೋಕದಲ್ಲಿ ಹೋದ ಮೇಲೆಲ್ಲ ನಡೆಯಬೇಕಾಗಿದೆ. ഈ ഭൂമിയിൽ വെച്ചാണ് ഈ ആത്മീയമായ വളർച്ചകളെല്ലാം നടക്കേണ്ടത്. ಈ ಭೂಮಿಯಲ್ಲಿಟ್ಟೇ ನಾವು ಈ ಆತ್ಮಿಕವಾದ ಬೆಳವಣಿಗೆಯನ್ನು ನಾವು ಹೊಂದಿಕೊಳ್ಳ. സ്വർഗത്തിൽ ആത്മീയമായ വളർച്ച നടക്കപ്പെടുന്നില്ല. ಪರಲೋಕದಲ್ಲಿ ಆತ್ಮಿಕ ಬೆಳವಣಿಗೆ ನಡೀತಾ ಇದೆ. ഈ ഭൂമിയിലാണ് നമ്മൾ ആത്മീയമായി വളരേണ്ടത്. ಈ ಭೂಮಿಯಲ್ಲಾಗಿದೆ ನಾವು ಆತ್ಮಿಕವಾಗಿ ಬೆಳವಣಿಗೆ ಹೊಂದಬೇಕಾದ. ജഡവും ലോകവും പിശാചുമുള്ള ഈ ഭൂമിയിൽ തന്നെ ദൈവം നമ്മളെ വളർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ಆ ಶರೀರವು ಪಾಪವು ಪಾಪವು ಆಗಿರ್ತಕ್ಕಂಥ ಈ ಲೋಕದಲ್ಲೇ ನಮ್ಮನ್ನ ಆತ್ಮಿಕವಾಗಿ ಬೆಳೆಸ್ತಾನೆ. ദൈവത്തിന്റെ വചനം പറഞ്ഞു, ദൈവകൽപ്പനകളൊന്നും ഭാരമുള്ളവയല്ല. ದೇವರ ವಾಕ್ಯ ಹೇಳ್ತದೆ, ದೇವರ ಆಜ್ಞೆಗಳು ಯಾವುದು ಭಾರ ಕಠಿಣವಾದದ್ದಲ್ಲ. അനുസരിക്കാൻ മനസ്സുള്ളവർക്ക് ദൈവകൽപ്പനകൾ ഒരിക്കലും ഭാരമുള്ളവയല്ല. ಅನುಸರಿಸಲಿಕ್ಕೆ ಬದ್ಧರಾದವರಿಗೆ ದೇವರ ಆಜ್ಞೆಗಳು ಅದು ದೊಡ್ಡ ಕಷ್ಟಕರವಲ್ಲ. അനുസരിക്കാൻ മനസ്സില്ലാത്തവർക്കാണ് പല ദൈവകൽപ്പനകളും ഭാരമുള്ളതായി തോന്നുന്നത്. ಅನುಸರಿಸಲಿಕ್ಕೆ ಮನಸ್ಸಿಲ್ಲದೆ ಇರತಕ್ಕಂಥವರಿಗೆ ದೇವರ ಆಜ್ಞೆಗಳು ಅದು ಭಾರವಾಗಿ ಅನಿಸ್ತದೆ. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ പരിശോധിക്കുക, നിങ്ങൾ ക്രിസ്തുവിലായിരിക്കുന്നുവോ? ನೀವು ಕರ್ತನ ಬರೋಣ ಅತಿ ಸಮೀಪವಾಗಿರ್ತಕ್ಕಂಥ ಕಾಲಗಳು ನಮ್ಮನ್ನೇ ಪರಿಶೋಧನೆ ಮಾಡಿಕೊಳ್ಳ್ರಿ, ನಾವು ಕ್ರಿಸ್ತನಿಗೆ ಹತ್ತಿರವಾಗಿದ್ದೇವೋ? നിങ്ങൾ അംഗമായിരിക്കുന്ന പ്രാദേശിക സഭയിൽ നിങ്ങളുടെ ആത്മീയ അനുഭവങ്ങൾ വെളിപ്പെടുത്തുന്നുവോ? ನೀವು ಹೊಂದಿಕೊಂಡಿರ್ತಕ್ಕಂಥ ಲೋಕಲ್ ಸಭೆಯಲ್ಲಿ ನಿಮ್ಮ ಆತ್ಮಿಕ ಅನುಭವಗಳು ಪ್ರಕಟವಾಗಿ ಮಾಡುತ್ತಾ ಇದ್ದೀರಾ? ഗലാത്യർ 2-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ ദൈവസഭയുടെ തൂണുകളായി എണ്ണപ്പെട്ടിരിക്കുന്നു. ಗಲಾತ್ಯ ಪತ್ರಿಕೆ 2ನೇ ಅಧ್ಯಾಯ 1ನೇ ವಾಕ್ಯ ಹೇಳುತ್ತದೆ, ನೀವು ದೇವರ ಸಭೆಯ ಕಂಬಗಳಾಗಿ ಎಣಿಸಲ್ಪಟ್ಟಿದ್ದೀರಿ. ക്രിസ്തുയേശുവിന്റെ ആത്മീക ശരീരമാണ് സഭ എന്നുള്ളത്. ಕ್ರಿಸ್ತ ಯೇಸುವಿನ ಆತ್ಮಿಕ ಶರೀರವಾಗಿದೆ ಸಭೆ ಎನ್ನತಕ್ಕಂಥದ್ದು. പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ദൈവജനത്തിന്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുവല്ലോ. ಪರಿಶುದ್ಧಾತ್ಮನು ದೇವರ ಸಭೆ ಆತ್ಮಿಕ ಬೆಳವಣಿಗೆಗಾಗಿ ನಮ್ಮನ್ನು ಉಪಯೋಗಿಸ್ತಾ ಇದ್ದಾನೆ. അങ്ങനെയെങ്കിൽ ഒരു ആത്മീയ വളർച്ച നമ്മളിൽ സംഭവിക്കട്ടെ. ಹಾಗಾದ್ರೆ ನಮ್ಮ ಆತ್ಮಿಕ ಬೆಳವಣಿಗೆ ನಮಗೆ ಸಂಭವಿಸಲಿ. അതിന് ഒന്നാമത്തെ പടിയാണ് ദൈവശബ്ദം കേൾക്കുക എന്നുള്ളത്. ಅದರ ಮೊದಲನೇ ಕಾರ್ಯವಾಗಿದೆ ದೇವರ ಶಬ್ದವನ್ನು ಕೇಳುವುದು. തിരുവെഴുത്ത് പറഞ്ഞു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, അവ എന്നെ അറിയുന്നു. ದೇವರ ವಾಕ್ಯ ಹೇಳುತ್ತದೆ, ನನ್ನ ಕುರಿ ನನ್ನ ಶಬ್ದಕ್ಕೆ ಕಿವಿಗೊಡುತ್ತೆ. ಅದು ആത്മീയമായ വളർച്ച നമ്മളിൽ നടക്കണമെന്നുണ്ടെങ്കിൽ വളരെ പ്രാധാന്യമുള്ളതാണ് ദൈവശബ്ദം കേൾക്കുക എന്നുള്ളത്. ಆತ್ಮಿಕವಾದ ಬೆಳವಣಿಗೆ ಹೊಂದಲಿಕ್ಕೆ ಬೇಕಾಗಿ ಪ್ರಾಮುಖ್ಯವಾಗಿರತಕ್ಕಂಥದ್ದಾಗಿದೆ ನಾವು ದೇವರ ಶಬ್ದ ಕೇಳುವುದು. ദൈവശബ്ദം കേട്ട് കർത്താവ് എന്ന തലയോളം വളരുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ದೇವರ ಶಬ್ದವನ್ನು ಕೇಳಿ ಕರ್ತನೆಂಬ ತಲೆಯವರೆಗೂ ಬೆಳೆಯಲಿಕ್ಕೆ ಕರ್ತನ ನಮಗೆ ಸಹಾಯ ಮಾಡಿ. ദൈവം നമ്മളെ സഹായിക്കും, ದೇವರು ನಮಗೆ ಸಹಾಯ ಮಾಡಿ, നമ്മളെ ശക്തീകരിക്കും, ನಮ್ಮನ್ನು ಶಕ್ತಿಗೊಳಿಸಿ, നമ്മുടെ പ്രാദേശിക ദൈവസഭയ്ക്ക് നമ്മളൊരു അനുഗ്രഹമായി മാറും. ನಮ್ಮ ಲೋಕಲ್ ಸಭೆಗೆ ನಾವು ಒಂದು ಆಶೀರ್ವಾದವಾದ